മാപ്പ്. സോറി കാണിക്കേണ്ട കാണിച്ചിട്ട് ചോറ് വയ്ക്കുന്നു എന്ന പ്രവൃത്തി ഞങ്ങൾ എന്താ പറയാ യൂട്യൂബില് അങ്ങനെ പബ്ലിക് ആക്കാൻ പോവാണ്. നിങ്ങളുടെ ഈ പ്രവൃത്തി ഞങ്ങൾ ലോകം മൊത്തം കാണിക്കാൻ പോവാണ്. നമസ്കാരം. പുതിയ ഒരു വീഡിയോ. നമ്മൾ സ്ത്രീകൾക്ക് നേരിടുന്ന ട്രെയിനിലും ബസ്സിലും ഒക്കെ നേരിടുന്ന ഒന്ന് രണ്ട് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരുത്തനെ സെയിം കേസിന് രണ്ടാമത്തെ പ്രാവശ്യം പിടിച്ച ഒരു ന്യൂസ് ഇപ്പൊ അടുത്ത സമയത്ത് സ്പ്രെഡ് ആയതേ ഉള്ളൂ. പിന്നെ ഓടിച്ചിട്ട് പിടിക്കുന്ന രംഗങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇത് കണ്ടാലെങ്കിലും ഈ യുവമാർക്ക് എന്ത് പറയാനാ, പ്രായത്തില് അങ്ങേയറ്റം ബഹുമാനം കൊടുക്കേണ്ട പ്രായമുള്ളവര് പോലും ഈ തരംതാണ പ്രവൃത്തികൾ ചെയ്താൽ സ്ത്രീകൾ ഇങ്ങനെ ആയതിൽ തെറ്റ് പറയാൻ പറ്റുമോ? നമുക്കൊന്ന് കാണാം. എല്ലാം കഴിഞ്ഞ് സെറ്റായി കഴിഞ്ഞു. പുള്ളി കുറച്ച് കഴിഞ്ഞപ്പോ പതുക്കെ പതുക്കെ കൈ ഇങ്ങനെ ഇവള് ഇങ്ങനെ കമ്പീനെ ഇങ്ങനെ പിടിച്ചേക്കുമായിരുന്നു. അപ്പൊ ഈ ഗ്യാപ്പില് പുള്ളി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മോംസ് ഏഞ്ചൽസ് എന്ന് പറഞ്ഞൊരു ചാനൽ നടത്തുന്ന ഇവരാണ്. ഒരു അത്യാവശ്യം കണ്ടന്റ് ഒക്കെ ചെയ്യുന്നവരാണ്. ഇവർ ചേട്ടത്തി അനിയത്തിയും കൂടെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു എന്താ പറയുക, കിളവൻ എന്നൊക്കെ പറയാൻ പറ്റത്തില്ല, ഇത്രയും പ്രായമൊന്നുമില്ല, എന്നാലും ഈ മനുഷ്യനാണ് ഇതാണ് സംഭവിക്കുന്നത്. ആര് പേടിച്ച് ബാക്കിലോട്ട് പോവാതെ ആ സമയത്തുള്ള മറുപടി ആ സമയത്ത് ഇത് ഈ ആളെ കാണിച്ച ഒരു പരിപാടിയാണ്. അപ്പൊ അതിനെതിരെ പ്രതികരിച്ചപ്പം അനിയത്തി പറയാതെ എടുത്തു എന്നൊക്കെയാണ് പറഞ്ഞത്. അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്തായാലും ശരി, വീഡിയോ എടുത്തു. അത് പബ്ലിക്കിന് വരുമ്പം ഇതുപോലുള്ള ഞരമ്പ് രോഗികള് അവർക്ക് ഇനിയും പോകത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. നേരത്തെ പിടിക്കപ്പെട്ടവന്റെ രണ്ടാമത്തെ കേസിലും അവന് അതേ പണി തന്നെ ചെയ്ത് തമിഴ്നാട്ടിൽ പോയി പിടിച്ചോണ്ട് വന്നത് നമുക്കറിയാം. വെള്ളം കുപ്പായം വെള്ളം ഉടുപ്പിട്ടോണ്ട് വന്ന് ഇവിടെ കോപ്പറം കാണിക്കല്ലേ? കാണിക്കല്ലടാ നീ. നിനക്ക് കാണണോ? നിനക്ക് കാണണോ? തെളിവെടുത്ത് പുള്ളി അങ്ങ് ആകാവത്തക്കാരനായിപ്പോയി. ഈ ആവശ്യമില്ലാത്ത പരിപാടികൾ ഈ ചിലപ്പോ ഇയാളുടെ ചരിത്രം നമുക്ക് ഹിസ്റ്ററി അറിയത്തില്ല. ഭാര്യയും മക്കളും ഒക്കെ ഉള്ള പ്രായമുള്ള ഒരു മനുഷ്യൻ, അത്രയും പ്രായമുള്ള ഒരാളാണ്. ഇയാളൊക്കെ ഈ വൃത്തികേടുകൾ കാണിച്ചാൽ ഇയാൾക്കും മക്കളും ചിലപ്പോൾ പെമ്മക്കള് ഉണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവരെ കുറിച്ചൊന്ന് ചിന്തിച്ചാലെങ്കിലും ഇവർക്ക് സമൂഹത്തില് നല്ല രീതിയിൽ നടക്കണമെന്നുള്ളൊരു ചിന്ത ഉണ്ടായില്ല. അതില്ലാതെ പോകുന്നതാണ്. ഇപ്പൊ ഈ പ്രവണതകളെല്ലാം കൂടി വരികയാണ്. അച്ഛന്റെ പ്രായമായി പോയി കേട്ടോ. ഇത്രയും കൊണ്ട് ഒതുക്കിക്കോ. ഞാൻ പറഞ്ഞേക്കാം, സൈക്കിളിന് ഒരു പരിധി ഉണ്ടാ. ഈ കേറ്റി എവിടെ കേട്ടു? നീ തുണി അഴിച്ചറിഞ്ഞോ? നിനക്ക് അഴിച്ചോടത്തില്ല നിനക്ക്. എന്നാലും അവള് നല്ല രീതിയിൽ പ്രതികരിച്ചു. എന്നിട്ടും അതിനകത്തില് കുറെ ആൾക്കാര് കണ്ടക്ടർ സഹിതം വെറും നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്ന മാതിരി ഇരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി അന്നേരം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അതിനൊരു കേസ് ചാർജ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നിയമപരമായി ഇയാൾക്കൊക്കെ എന്ന് പറഞ്ഞ ഒരു ശിക്ഷ വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെയൊക്കെ ഇത് സമൂഹത്തിൽ കുറയും. പക്ഷെ അതുകൊണ്ട് ഉണ്ടായില്ല എന്ന് തോന്നുന്നു. പെണ്ണുങ്ങൾ വെറും ഊച്ചാലികളായി പോകും കേട്ടോടാ. നീ എന്താ വിചാരിച്ചേ? വെറുതെ വീട്ടിൽ അഴിച്ചു വിട്ടേക്കുവാണെന്നോ? തന്റെ ഉണ്ടായിട്ടല്ലേ സ്ഥലം പോണത്? സൈക്കിളിൽ പരിധിയുണ്ട്. കുറെ നേരായി കൈ മെത്തയാണോ വെക്കാനായിട്ട്? മെത്തയാണോ? നിന്റെ അമ്മയ്ക്കുണ്ടോ? മെത്തയുണ്ടോ നിന്റെ അമ്മയ്ക്ക്? അതിന്റെ ഭാര്യയ്ക്കുണ്ടല്ലോ. നീ ഓരോരുത്തരെ കെട്ടി വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ. ഉണ്ടാവും, ചെല്ല്. അല്ലെങ്കിൽ ഉടിപ്പിക്ക് ചെന്ന് മെത്ത. സൈക്കിളിൽ പരിധിയുണ്ട്. എന്തായാലും ശരി, ഇദ്ദേഹമാണ്, എവിടുത്തുകാരാണെന്നോ ഒന്നും അറിയത്തില്ല. എന്തായാലും പെണ്ണ് ശരിക്ക് അത് കൈകാര്യം ചെയ്തു എന്ന് വേണം കരുതാൻ. മാപ്പ്. ആളെ കണ്ട നല്ല ഒരു ജെന്റിൽമാനായിട്ടാണ്. നല്ല വെള്ള ഡ്രസ്സും വളരെ, എനിക്ക് തോന്നുന്ന ഒരു 10-65 വയസ്സ് പ്രായമൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. കണ്ണാടി, ഒരു നല്ല ലുക്കൊക്കെ ഉണ്ട്. പക്ഷെ ഇതെന്ത് ഇങ്ങനൊക്കെ പ്രവർത്തിക്കുന്നുള്ള അവരിന്ന് ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതാണ് നമുക്കൊന്ന് കാണുന്നത്. ഒരു മനുഷ്യൻ സീറ്റിൽ എങ്ങനെ ഇരിക്കണ്ടേ? ഒന്നെങ്കിൽ ഇങ്ങനെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്നോട്ടെ, ഇങ്ങനെ ഇരിക്കാം.
ഇങ്ങനെ ഇത് നമ്മളിങ്ങനെ എന്റെ കൈ ഇപ്പൊ ഇങ്ങനെയാണല്ലോ ഇരിക്കുന്നത്. പുള്ളിയുടെ കൈ ഇരിക്കുന്നത് എന്റെ നെഞ്ചിന്റെ ഇവിടെ ആയിട്ടാണ്. പുള്ളിയുടെ കൈ ഗ്യാപ്പിലാണ്. പുള്ളിയുടെ ഇതിവിടെ ആണെങ്കിൽ പുള്ളിയുടെ കൈ ഇരിക്കുന്നത് എന്റെ നെഞ്ചിന്റെ മുകളിലായിരിക്കുന്നത്. ഒന്നല്ല, രണ്ടല്ല, 3 തവണ വാണിങ് കൊടുത്തു. 3 തവണ വാണിങ് കൊടുത്ത ശേഷം ഇവിടെ ആദ്യം പുള്ളി അവൾ കൈ ഇങ്ങനെ വെച്ചേക്കുന്നു. നിങ്ങൾക്ക് ആ വീട്ടിൽ കൃത്യമായി കാണും. പുള്ളി ഇങ്ങനെ വന്നു. ഒരു വ്യക്തി ഈ കൈ പുള്ളിയുടെ നേരെ ഇരിപ്പുണ്ട്. അപ്പൊ ഈ കൈക്ക് എന്താ ഒടിവ് പറ്റിയോ? ഇവിടെ വെച്ച് ഒടിവ് പറ്റിയോ പുള്ളിക്ക്? എന്നാ പുള്ളിക്ക് ദേ ഇത്രയും സീറ്റ് ഒഴിവായിട്ട് കിടക്കാൻ ചിന്തിക്കണം. പുള്ളി എന്നാ അബദ്ധം പറ്റിയ പുള്ളിയാണ്. ഓക്കെ, ഏകദേശം ഇങ്ങനെ ഇരിക്കാം. അല്ലെങ്കിൽ ഉറങ്ങിപ്പോണൊരു പുള്ളി അറിയാവുന്ന കൊണ്ടെന്ന് പറയാം. അല്ലെങ്കിൽ പുള്ളി ഇങ്ങനെ ഒന്നും ഇരിക്കാം, കുഴപ്പമില്ല. ഇത് ഈ കൈക്കുള്ളിൽ ഇത്രയും ഭാഗത്ത് എങ്ങനെ വന്നിരിക്കും തന്നെ? എന്റെ കൈ ഇങ്ങനെ പൊങ്ങിയിരിക്കുക ഗൈസ്. ഇങ്ങനെ പൊങ്ങിയിരിക്കും അവളുടെ കൈ. അവൾക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നി. ആദ്യമൊക്കെ അവള് അറിയാതെ പറ്റിയതായിരിക്കും എന്ന് വിട്ട് കളഞ്ഞു. അത് കഴിഞ്ഞ് ഇവള് ഇങ്ങനെ വന്നപ്പോ നീ എങ്ങനെ തട്ടി കളഞ്ഞു? ഇങ്ങനെ തട്ടി. ഇങ്ങനെ തട്ടി. അപ്പൊ അവളുടെ അയാൾക്കത് മനസ്സിലായി, ഞാൻ അവിടെ പ്രതികരിക്കുന്നുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. അത് ഈ പ്രതികരിക്കുന്നുണ്ടെന്ന് മനസ്സിലായിട്ടും ഈ മനുഷ്യൻ എന്തിനു ഇരുന്ന് വാങ്ങി എന്നുള്ളത് 2 മിനിറ്റ് അത് മനസ്സിലാക്കണം. പ്രതികരിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി, പക്ഷെ വായം കൊണ്ട് വന്നില്ല. വായം കൊണ്ടോ നമ്മുടെ കൈയുടെ ചൂട് അയാൾ അറിഞ്ഞിട്ടില്ല. അത് മനസ്സിലാക്കണം. അതൊരു പോയിന്റ്. 2 മിനിറ്റ് ഞാൻ വീണ്ടും അതേ പ്രവർത്തനം വന്നു. വീണ്ടും കൈ തട്ടി മാറ്റുക. വീണ്ടും കൈ തട്ടി മാറ്റി കഴിഞ്ഞ് ഞാൻ ഇവിടെ പറഞ്ഞു. ബാഡ് കമന്റിന്റെ മറുപടിയാണ് ഈ പറയുന്നത്. അത് കഴിഞ്ഞ് കളഞ്ഞു. രണ്ടാമത്തെ വട്ടം തട്ടിക്കളഞ്ഞു. 2 തട്ടി കളഞ്ഞിട്ട് ഞാൻ നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇവിടെ എടുത്ത് ഞാൻ കാര്യം പറഞ്ഞു, ഇങ്ങനെ സംഭവം നടക്കുന്നുണ്ട്, എനിക്ക് എന്തോ ഇറിറ്റേഷൻ ആവുന്നുണ്ട്, എനിക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന് ഞാൻ ഇറിറ്റേഷനും ദേഷ്യവും വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു ഞാൻ മാനേജ് ചെയ്തോളാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അവള് വീഡിയോ ഒന്നാമത് കൈ വയ്യാണ്ടിരിക്കുകയാണ്. ആ കൈ കൊണ്ട് അവള് വീഡിയോ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് 2 മിനിറ്റ് ഒന്ന് സഹിച്ചാൽ മാത്രം മതി, ഞാൻ തീർത്തു തരാന്ന് പറഞ്ഞു. കാരണം നമ്മൾ തീർക്കാൻ ചെല്ലുമ്പോൾ നമ്മുടെ കയ്യിൽ തെളിവ് വേണം. ഇപ്പത്തെ ഒരു ഫ്ലാറ്റ് ഇവരാദ്യം പറഞ്ഞത് പറയാതൊക്കെയാണ് അവള് വീഡിയോ എടുത്തെന്നൊക്കെയാ പറഞ്ഞത്. അത് പിന്നെ പർപ്പസ്ഫുള്ളി ചെയ്തതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അത് എന്തോ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. ഏതായാലും ഇതുപോലുള്ള കേസുകെട്ടുകള് ഡെയിലി ട്രെയിനിലും ഈ തിരക്ക് പിടിച്ച യാത്രകളാണ്. അപ്പൊ അത്രയും തിരക്കിൽ പോകുമ്പോൾ പലരും അവരുടെ ഓഫീസിൽ ചെല്ലേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് യാത്രകളിൽ ക്ഷീണിതരായി പോകുമ്പോൾ ഈ സ്ത്രീകളെയൊക്കെ ഉപദ്രവിക്കുന്ന ഒരു സംഘം. ഇപ്പൊ ബസ്സിലൊക്കെ ഞാൻ പറയുന്നത് ഈ ഡാഷ് ക്യാം അല്ല, ഈ പിന്നെ CC ക്യാം തന്നെ വെക്കണമെന്നാ പറഞ്ഞത്. എന്നാൽ ഇതിനൊക്കെ ഒരു പരിധിവരെ ക്യാമറ ഉണ്ടെന്ന് അറിഞ്ഞാലെങ്കിലും ഇവരൊക്കെ അടങ്ങി ഒതുങ്ങിയിരിക്കും. പുള്ളിയോട് പറഞ്ഞിട്ടല്ല ഞങ്ങൾ വീഡിയോ എടുത്തത്. ചേട്ടൻ ഈ കാണിക്കുന്ന പ്രവൃത്തി ഞങ്ങൾ എന്താ പറയാ യൂട്യൂബില് അങ്ങനെ പബ്ലിക് ആക്കാൻ പോവാണ്. നിങ്ങളുടെ ഈ പ്രവൃത്തി ഞങ്ങൾ ലോകം മൊത്തം കാണിക്കാൻ പോവാണ്. ചേട്ടൻ കുറച്ച് ബെറ്റർ ആയിട്ട് ആ വീഡിയോയിൽ കാണാൻ പാടുന്ന രീതിയിൽ ചെയ്യേ എന്ന് പറയാൻ ഞങ്ങൾ അവിടെ പറഞ്ഞു ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമല്ല അത്. എന്തായാലും ഇവർക്ക് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ കുറെ കമന്റുകൾ വന്നിട്ടുണ്ട്. നമ്മൾ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. സമൂഹത്തിൽ എവിടെ അതായത് ന്യായത്തിന്റെ ഭാഗത്ത് നമ്മൾ നിൽക്കും. എല്ലാ പെൺകുട്ടികളും ചിലപ്പോൾ ശരിയായ രീതിയിൽ പ്രവർത്തിച്ചു എന്ന് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷെ ഇവര് ചെയ്തത് ഇപ്പോൾ അടുത്ത സമയത്ത് കേരളത്തിലെ 6 മാസത്തിനിടയില് ഈ കൊച്ചിയിലും ആലുവയിലും ഒക്കെ നടന്ന സംഭവങ്ങൾ അറിയാം. 2ാമത്തെ കേസിലാണ് അയാളെ പിടിച്ചു തമിഴ്നാട്ടിൽ പോയാണ് പിടിച്ചുകൊണ്ട് വന്നത്, തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ വെച്ച് ഉള്ള ഒരു പ്രശ്നത്തിന്. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള കേസ് കെട്ടുകൾ ഇതിനൊക്കെ ഒരു കർശനമായ നിയമം. നമ്മൾ ഈ കേസ് പോലീസ് സ്റ്റേഷനിൽ കയറി അവിടുന്ന് കോടതിക്ക് പോയി ഇത് നല്ല വക്കീലിനെ വെച്ച് വാദിച്ച് അവര് പുഷ്പം പോലെ ഇറങ്ങി പോകുന്ന കാര്യങ്ങളാണ്. നമുക്കറിയാം ഗോവിന്ദച്ചാമി ഉൾപ്പെടെയുള്ളവർ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ട് ജയിലിൽ ചാടി ഈ സുഖമായിട്ട് കഴിയുന്നവനൊക്കെ ഈ നാട്ടിലെ നിയമം കൊണ്ടൊക്കെ ഒരു ഭേദഗതി വന്നില്ല എങ്കിൽ ഇപ്പോൾ ആർക്കും ജീവനും സ്വത്തിനും അല്ലെങ്കിൽ അവരുടെ ഒരു കാര്യത്തിനും ഒരു സുരക്ഷയും ഉണ്ടാകില്ല. ഇതിനൊക്കെ ഒരു മാറ്റം വരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.